അപ്പോൾ നമ്മൾ പുതിയ ചാപ്റ്റർ എടുക്കാം കേട്ടോ. 6th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ്. എവിടെ പഠിച്ചിട്ടുണ്ട്? 7th പഠിച്ചിട്ടുണ്ട്. എന്ത് പേരിൽ? ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന അതേ പേരിൽ. അതേ ലോജിക്കുകൾ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. കുറച്ചുകൂടെ ലെവൽ കൂടിയ പ്രോബ്ലംസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരയ്ക്കുക. നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? വളവും തിരിവും ഒന്നും ഇല്ലാത്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈന് നമുക്ക് പേരൂടെ കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന പേര് AB. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോട്ടോ, XY എന്നോ എന്തെങ്കിലും. അപ്പൊ മിസ് കൊടുത്തു AB. അപ്പൊ ഇവനെ വെച്ചുകൊണ്ട് ഇതുപോലത്തുള്ള കുറെ ലൈൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ ലോജിക്കുകൾ പറയാൻ പോകുന്നത്. അപ്പോ ലൈൻസ് ആൻഡ് ആംഗിളിൽ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒരു ലൈനിന്റെ ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. ഓക്കെ, ഒരു പോയിന്റ് ചൂസ് ചെയ്യുക. അവിടുന്ന് ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ അപ്പർ പോർഷൻ മെഷർ ചെയ്ത് അതേ ലൈനിൽ വന്ന് എൻഡ് ചെയ്തു. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആംഗിൾ മെഷർ ചെയ്ത് അതേ പോയിന്റിൽ വന്ന് എൻഡ് ചെയ്തു. ഇത്രയും ആംഗിള് 180 ഡിഗ്രി ആയിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായി മാത്തമാറ്റിക്കലി വേർഡ് ഉപയോഗിച്ചാൽ ലീനിയർ എന്ന് വന്നാൽ 180 ഡിഗ്രി എന്നാണ്. ഒന്നാമത്തെ ലോജിക്ക് കിട്ടിയോടോ കുഞ്ഞുങ്ങളെ? അപ്പൊ എന്താണ് ലീനിയർ പെയർ? പെയർ എന്ന് വെച്ചാൽ എന്താ? എ പെയർ ഓഫ് ഷൂസ്, എ പെയർ ഓഫ് ഐസ്, അങ്ങനെയൊക്കെയല്ലേ പഠിച്ചേക്കുന്നത്. പെയർ എന്ന് വെച്ചാൽ എന്താ? രണ്ട് ആംഗിൾ. നമുക്ക് രണ്ട് ആംഗിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആംഗിൾ എക്സും ആംഗിൾ വൈയും. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടിയാൽ പേര് ലീനിയർ പെയർ. ഇവിടെ എന്തായിരുന്നു? ലീനിയർ എന്ന് വെച്ചാൽ ഒരു ലൈനിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിങ് വരെയുള്ള ആംഗിൾ മെഷർ ചെയ്താൽ അത് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വേണ്ടേ ഇങ്ങനെ കുറെ ലൈൻസ് ഉണ്ടായിരുന്നു. നോക്ക്, ഒരു ആംഗിള്, രണ്ടാമത്തെ ആംഗിള്, മൂന്നാമത്തെ ആംഗിള് അല്ലേ? ഒന്നാമത്തെ ആംഗിള്, രണ്ടാമത്തെ ആംഗിള്, മൂന്നാമത്തെ ആംഗിള്. മൂന്ന് ആംഗിൾ കൂട്ടിയപ്പോഴേ ഇവിടെ 180 കിട്ടിയേ. ഇനി സപ്പോസ് ഇവിടെ കൂടെ വേറെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്ക്, ഇപ്പൊ എത്ര ആംഗിൾ കൂട്ടിയപ്പോഴാ? 1, 2, 3, 4, 5. 5 ആംഗിൾ കൂട്ടിയപ്പോഴാ 180 ഡിഗ്രി. എത്ര ആംഗിളും ആയിക്കോട്ടെ, ഒരു ആംഗിൾ കൂട്ടുമ്പോഴോ, രണ്ട് ആംഗിൾ കൂട്ടുമ്പോഴോ, മൂന്ന് ആംഗിൾ കൂട്ടുമ്പോഴോ, നാല് ആംഗിൾ കൂട്ടുമ്പോഴോ എല്ലാം 180 കിട്ടിയാൽ ജനറലി നമുക്ക് ലീനിയർ എന്ന് പറയാം. പക്ഷേ എക്സാക്ട്ലി രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടിയാൽ ലീനിയർ പെയർ എന്ന് പറയാം. പെയർ എന്ന വാക്കെന്താ? രണ്ടെന്നുള്ള ഇൻഡിക്കേഷനാണ്. അപ്പം ഫസ്റ്റ് ലോജിക്ക് ഇതായിരിക്കണം. മക്കൾ ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ നോക്കണം, അതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെയുള്ള ആംഗിൾ മെഷർ ചെയ്താൽ 180 കിട്ടുന്നുണ്ടോ, ആ ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. രണ്ടാമത്തെ ലോജിക്ക് പറയാം. ഇഫ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, then angle between them is 90 degree. If two lines are perpendicular, then angle between them is equal to 180 degree. 90 degree. ദേ 90 ഡിഗ്രീനെ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ സിമ്പിൾ കണ്ട മക്കൾ ഓർത്തോണം, 90 ഡിഗ്രി. ഞാൻ ഇതിന് പേര് കൊടുക്കുവാണ് കേട്ടോ, AB എന്നും CD എന്നും. എനിക്ക് എങ്ങനെ പറയാം? AB പെർപെൻഡിക്കുലർ, ഇങ്ങനെയാ പെർപെൻഡിക്കുലർ വരുന്നത് കേട്ടോ. AB പെർപെൻഡിക്കുലർ ടു CD, then angle between AB and CD is equal to എത്രയാണ്? 90 ഡിഗ്രി. ക്ലിയർ ആയ മക്കളെ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ ലോജിക്ക് എടുക്കാം. തേർഡ്, നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ലൈനിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് ലൈനിലെ പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ലൈനിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്നും തുടങ്ങി അതേ പോർഷനിൽ വന്ന് തീർന്നാൽ എന്ത്? ഒരു ലൈനിന്റെ ഒരു പോയിന്റിൽ തുടങ്ങി അതേ ലൈനിൽ തന്നെ വന്ന് ആംഗിൾ തീർന്നാൽ ഇത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന 180 ആണെന്ന് പറയാലോ. സിമിലർലി എനിക്ക് ഇതും പറയാലോ. ഇതേ പോയിന്റിൽ തുടങ്ങി മുകളിൽ കൂടി ആയിരുന്നു കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ യെല്ലോ കളർ മാർക്ക് ചെയ്യുന്നതും എത്ര തന്നെ? 180 ഡിഗ്രി അല്ലേ? അതെന്താ? സെയിം ലൈൻ, ലീനിയർ.
താഴെ റെഡും എന്താ ലീനിയർ. നോക്ക്, ഈ പോയിന്റിന് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എത്രന്ന് ചോദിച്ചാൽ എന്ത് പറയാം? 180 + 180 എത്ര? 360. അപ്പൊ എന്ത് നമുക്ക് പറയാം? സം ഓഫ് ആംഗിൾസ് around a point, ഒരു പോയിന്റിന് ചുറ്റുമുള്ളത്, around a point, പോയിന്റ് എന്ന് ഷോർട്ട് ആയിട്ട് എഴുതി വെക്കാം കേട്ടോ, നോട്ട് ഞാൻ വേറെ അയച്ചു തരും. around a point is equal to 360 degree. ക്ലിയർ ആണോ മക്കളെ? അടുത്ത ലോജിക്ക് 4. നാലാമത്തെ ലോജിക്ക്, if two lines are intersect at a point, if two lines are intersect at a point, ലൈനിന് നമ്മൾ പേര് കൊടുക്കുന്നു AB എന്ന് പറയുന്ന ഒരു ലൈൻ, XY എന്ന് പറയുന്ന ഒരു ലൈൻ. രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തു. എവിടെ വെച്ച്? ഓയിൽ വെച്ച്. ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് O. ഇന്റർസെക്ട് ചെയ്താൽ then എന്താണ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇഫ് ടു ലൈൻസ് ആർ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്, എത്രയെങ്കിലും അല്ല, എക്സാക്ട്ലി ടു ലൈൻസ് ആർ ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്, then വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ദേ ഇതാണ് ഒരു ആംഗിൾ എന്ന് വിചാരിച്ചോ മിസ്. ദേ വേറെ കളറിന് മാർക്ക് ചെയ്യാം. ദേ ഇതാണ് ഒരു ആംഗിൾ എന്ന് വെച്ചോ. ഈ ആംഗിളിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഏതാ? ഇതാണോ? അല്ല, ഇത് അഡ്ജസന്റ് ആണ്. ഇതാണോ? അല്ല, ഇത് അഡ്ജസന്റ് ആണ്. ഇത് എന്ന് വെച്ചാൽ ഇവനെ മുട്ടാതെ കിടക്കുന്ന ഒരു ആംഗിൾ. ഇവിടെ തുടങ്ങിയാൽ ഈ ആംഗിളിനെ മുട്ടുന്നുണ്ട്, ഇവിടെ തുടങ്ങിയാൽ ഈ ആംഗിളിനെ മുട്ടുന്നുണ്ട്. മുട്ടാണ്ട് കിടക്കണ ഏതാ? ടച്ച് ചെയ്യാത്ത ഇതല്ലേ. അപ്പൊ ദേ ഈ ആംഗിളിനെ ഞാൻ P എന്ന് കൊടുത്താൽ ഇതും എത്ര തന്നെ ആയിരിക്കും? P. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഈക്വൽ. ഇനി മക്കൾ ദേ ഇത് വേറെ മാർക്ക് ചെയ്യാം. ഈ ഗ്രീന് ഇത് Q ആണെന്ന് വിചാരിച്ചോ. ഇതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഏതാ? ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അതെ. കണ്ടോ? അപ്പൊ എന്താണ് നമുക്ക് പറയാവുന്ന സ്റ്റേറ്റ്മെന്റ് എന്നാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ. അപ്പൊ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാണ്. ഒരു ലൈനിന്റെ ഒരെൻഡിൽ നിന്ന് തുടങ്ങി അതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ വന്ന് തീർന്നാൽ അത്ര ആംഗിൾ എത്ര? 180 ഡിഗ്രി. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി. ഇനി നോക്കൂ, ഒരു ആംഗിളിന്റെ ഒരു മൂലക്കും തുടങ്ങി അതേ മൂലയിൽ തന്നെ വന്ന് തീർന്നത് മിസ്സിക്കായി. ഇവിടെ കണ്ടോ, ഈ പോർഷനിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ വരുമ്പോൾ 180, ദെൻ അവിടെ നിന്ന് തുടങ്ങി താഴെ വരെ വരുമ്പോൾ അഗെയിൻ 180. അപ്പൊ എന്താ, എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് തീർന്നു. അപ്പൊ എത്ര? 360. അപ്പൊ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ആണ്. അടുത്ത എന്താ? ഇഫ് ടു ലൈൻസ് ആർ intersect at a point, then the vertically opposite angles are equal. Okay. If two lines are parallel എന്നൊക്കെ പറഞ്ഞുള്ള ലോജിക് ഉണ്ട്. അത് നമുക്ക് അടുത്ത എക്സസൈസിലൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ബേസിക്കലി ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ട് തുടങ്ങാം. ഓക്കെ, നമുക്ക് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് മക്കളൊരു ഫിഗർ കണ്ടോടാ. ഈ ഫിഗറിൽ AB എന്ന് പറയുന്ന ലൈൻ കണ്ടോ? ഇതേണ്ടേ, ഇവിടെ മുതൽ ഇവിടെ വരെ ഇതാണ് AB. ഞാൻ അതിന്റെ പുറത്തോട് ജസ്റ്റ് വരക്കാം. ഇതാണ് AB. ഓക്കെ. അപ്പൊ AB എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നു? AB എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, CD എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അപ്പൊ മിസ് ഇത് രണ്ടും മാർക്ക് ചെയ്യാം കേട്ടോ. ABCD വരച്ചു. ഇന്റർസെക്ട് അറ്റ് ഓയിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു. ഇഫ് ടു ലൈൻസ് ആർ ഇന്റർസെക്റ്റിംഗ് ദെൻ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആ ലോജിക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം അല്ലേ? അതിന് പറ്റിയ പ്രോബ്ലം അല്ലേ? രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അവിടെ വെച്ചെടുക്കണ്ട, അടുത്ത കൂടെ വായിക്കുക. ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOE കണ്ടുപിടിച്ചാൽ മക്കളെ. അതെവിടെ? ആംഗിൾ AOC എവിടെ? ആംഗിൾ AOC എന്ന് പറഞ്ഞത് ഏതാ? ഇത് അല്ലെ, ഗ്രീൻ കളർ ഡോട്ട് ഇട്ടേക്കുന്നത്. പ്ലസ് BOE എവിടെ? BOE എന്ന് പറഞ്ഞത് ഇത്. ഇവരെ രണ്ടുപേരും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടുമെന്നാ പറഞ്ഞേ?
70 ഡിഗ്രി കിട്ടുമെന്നറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ ഈ ഗ്രീൻ കളറിൽ ഇൻറ്റു ഇട്ടതും കൂടെ ചേരുമ്പോൾ ഒരു ലൈൻ്റെ ടോട്ടൽ ആയില്ലേ, ലീനിയർ ആയില്ലേ? നോക്ക്, ഇവിടുന്ന് തുടങ്ങി അതേ ലൈൻ്റെ മറ്റേ എൻഡിൽ വന്ന് തീർന്നില്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ലീനിയർ പെയർ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ എഴുതി തുടങ്ങും? തന്നേക്കുന്ന ആദ്യം എഴുതാം. ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOE is equal to 70 ഡിഗ്രി. റീസൺ എന്താണ്? ഗിവൺ. ഇനി അവർ തന്നേക്കുന്ന അടുത്ത ആളെ കൂടെ നമുക്ക് നോക്കിയേക്കാം. ആംഗിൾ BOD is equal to 40. അതും തന്നിട്ടുണ്ട്, ഇവിടെ എഴുതാം. ആംഗിൾ BOD is equal to 40 ഡിഗ്രി. അപ്പൊ നമുക്ക് ഫിഗർ ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്യാം. BOD എവിടെ? ഇതേ കിടക്കുന്നു, BOD. അപ്പൊ ദേ ഇത്രയെന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ദേ ഇതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആരാ? BOD എന്ന് പറഞ്ഞാൽ B എക്സ്റ്റെൻഡ് ചെയ്യാൽ A വന്ന് തീരും, D എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാൽ സിയിൽ വന്ന് തീരും, അവരുടെ കൂട്ടിമുട്ടുന്ന O. അങ്ങനെയാണെങ്കിൽ AOC വെർട്ടിക്കലി ഓപ്പോസിറ്റ് മനസ്സിലാക്കുന്നുണ്ടാ? AOC എത്ര തന്നെ? 40 ഡിഗ്രി. കാര്യം എന്നാ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. നമുക്ക് പിന്നെ അറിയാവുന്ന എന്താ? ഈ ഡോട്ട് ഇട്ടേക്കുന്ന, ഈ പച്ച കളറിലെ ഡോട്ട് ഇട്ട ഈ ആംഗിളും പച്ച കളറിൽ ഡോട്ട് ഇട്ട ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ 70 ഡിഗ്രിയാ. അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഇത് 30 ഡിഗ്രി ആയിരിക്കും. എന്നാലല്ലേ 40 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി 70 ഡിഗ്രി ആവത്തുള്ളൂ. അവരുടെ ചോദ്യം എന്നാ? BOE. ആദ്യം നമുക്ക് ഫിഗറിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഓരോന്ന് എഴുതാം. അതോ അല്ലാതെ ചെയ്യണം? അല്ലാതെ ചെയ്തുവിടാം. BOD തന്നപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? AOC കണ്ടുപിടിച്ചേ. നമുക്കിവിടെ എന്തെഴുതാം? ആംഗിൾ AOC is equal to 40 ഡിഗ്രി. റീസൺ എന്താ മക്കളെ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇനി അടുത്ത് എന്തെഴുതാം? We know, നമുക്ക് എന്തറിയാം? ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOE is equal to 70 ഡിഗ്രി. AOC എത്ര? 40. അതേ ഇവിടെ റെഡ് കളർ എഴുതിയേക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്തെഴുതാം? 40 ഡിഗ്രി പ്ലസ് ആംഗിൾ BOE is equal to എന്ത്? 70 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOE എത്ര? ആംഗിൾ BOE is equal to 70 ഡിഗ്രി പ്ലസ് 40 അപ്പുറം പോകുമ്പോൾ -40 ഡിഗ്രി. എത്ര കിട്ടി? 30 ഡിഗ്രി. ഓക്കെ, അങ്ങനെ 30 ഡിഗ്രി കിട്ടി. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ആദ്യത്തെ ആംഗിൾ BOE എത്ര? ദേ ആംഗിൾ BOE. അപ്പോൾ ആംഗിൾ BOE കണ്ടുപിടിച്ചു. അടുത്ത എന്താ മക്കളെ? റിഫ്ലക്സ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? റിഫ്ലക്സ്. നിങ്ങൾ 7th എന്താണ് സപ്ലിമെന്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തും പഠിക്കേണ്ടത്? റിഫ്ലക്സും പഠിക്കേണ്ടത്. ക്ലിയർ? അപ്പം എന്താണ് റിഫ്ലക്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. റിഫ്ലക്സ് എന്ന് വെച്ചാൽ മിസ് ദേ ഇവിടെ താഴെ എഴുതാണ്, വേറെ ഗ്രീൻ കളർ എടുത്ത് കാണിച്ചു. റിഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ റിഫ്ലക്സ് കൂടുതലൊന്നുമില്ല, ഒരു കോൺസ്റ്റന്റ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ള മീനിങ്. ഏതാണ് കോൺസ്റ്റന്റ് നമ്പർ എന്നറിയാവോ? കോംപ്ലിമെന്ററി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന് ചെയ്യണം? 90 മൈനസ് ചെയ്താൽ മതി. സപ്ലിമെന്ററി ചെയ്യാൻ 180 മൈനസ് ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? 7ാം ക്ലാസ്സിൽ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ റിഫ്ലക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ 360യിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 360 മൈനസ് എന്തിന്റെ റിഫ്ലക്സ് കണ്ടുപിടിക്കണ്ടേ? COEയുടെ. അപ്പം 360 മൈനസ് ആംഗിൾ COE. അപ്പോഴൊരു പ്രശ്നം, ആരെ അറിയില്ല? COE അറിയില്ല. അപ്പൊ പിന്നെ അടുത്ത ജോലി എന്നാ? COE കണ്ടുപിടിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ COE is equal to എത്ര എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഈ ഇൻറ്റു പോർഷൻ ഇട്ടേക്കണേ. അതെങ്ങനെ കണ്ടുപിടിക്കൂടാ കുഞ്ഞുങ്ങളെ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നേ?
വേണ്ടേ ഇത് 40 ആണെന്നറിയാം. ഈ ടിക്ക് ഇടുന്നത് 40 ആണെന്നറിയാം. ഇത് 30 ആണെന്നറിയാം. ഇതോട് ചേർന്നാൽ മൊത്തത്തിൽ എത്ര ആകും? 180 ആവത്തില്ലേ? കാര്യം നോക്ക്, ഈ ലൈൻ്റെ ഇവിടുന്ന് തുടങ്ങി ആ ലൈൻ്റെ ഈ പോയിന്റ് തന്നെ വരുന്നതിന് പകരം അതിൻ്റെ അപ്പുറ പോയിന്റ് വരും. അപ്പം നമുക്ക് ഇത്രയും പറഞ്ഞൂടെ? ആംഗിൾ COE ആംഗിൾ COE is equal to എഴുതണ്ട. പകരം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ AOC പ്ലസ് ആംഗിൾ COE പ്ലസ് ആംഗിൾ EOB is equal to 180 ഡിഗ്രി. റീസൺ എന്നാ? ലീനിയർ പെയർ ആണോ? അല്ല. കാര്യം ഒന്ന് രണ്ട് കൂടുതലുണ്ട് അല്ലേ? ലീനിയർ. AOC എത്ര? 40 ഡിഗ്രി പ്ലസ് ആംഗിൾ COE പ്ലസ് 30 ഡിഗ്രി is equal to 180 ഡിഗ്രി. 40 30 കൂടെ എത്രയായി? 70 ആയി. അപ്പം ആംഗിൾ COE പ്ലസ് 70 ഡിഗ്രി is equal to 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ COE is equal to 180 മൈനസ് 70 എന്ന് എഴുതി കൂടായോ? 180 മൈനസ് 70 ഡിഗ്രി. 180 മൈനസ് 70 എന്നാ കിട്ടും? 110 ഡിഗ്രി കിട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ COE കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ റിഫ്ലക്സ് കണ്ടുപിടിച്ചൂടെ? മിസ് ഇവിടെ തന്നെ എഴുതാണേ. റിഫ്ലക്സ് is equal to 360 മൈനസ് എത്ര? COE 110. എത്ര കിട്ടും? 100 പോകുമ്പോൾ 260. 260 പിന്നെ 10 പോയി കഴിഞ്ഞാൽ 250 ഡിഗ്രി. ക്ലിയർ ആയോ? അപ്പം ദേ മക്കൾ മൊത്തത്തിൽ ഒന്ന് നോക്കിക്കേ. എന്നാ പറഞ്ഞേ? നോക്ക്. ഈ ആംഗിൾ രണ്ട് ആംഗിൾസ് ചേർത്ത് പറഞ്ഞു. രണ്ട് ആംഗിൾസ് തന്നിട്ട് എന്ത് പറഞ്ഞു? രണ്ട് ആംഗിൾസ് തന്നിട്ട് പറയാണ് ഈ ആംഗിളും ഈ ആംഗിളും കൂടി ചേർന്നാൽ 70 ഡിഗ്രിയാണ്. അപ്പം നമ്മൾ നോക്കി. പിന്നെ ഇത് ഈ താഴത്തെ ആംഗിൾ 40 ആണെന്ന് തോന്നുന്നു. ഈ റെഡ് കളർ ഇപ്പോൾ കാണിച്ചത്. അപ്പം ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ഇത് 40 ആണെന്ന് മനസ്സിലായി. ഇത് 40 ആയ സ്ഥിതിക്ക് 70 കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 30 വേണം. ആ 30 ഇവിടെ എഴുതി. ഓക്കെ. പിന്നെന്താണ്? റിഫ്ലക്സ്. ഈ ഇൻറ്റു ഇട്ടേക്കുന്നതിൻ്റെ റിഫ്ലക്സ് കണ്ടുപിടിക്കണം. റിഫ്ലക്സ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ 360 മൈനസ് ഏത് ആംഗിളാണോ അത്. അപ്പം 360 മൈനസ് COE എന്ന് എഴുതി. പക്ഷെ COE അറിയത്തില്ല. അവിടെ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നു? ലീനിയർ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നു. ഓക്കെ. ലീനിയർ ഉപയോഗിച്ചപ്പോൾ അവിടെ എന്ത് കിട്ടി? 40 പ്ലസ് ഇതേ പ്ലസ് 30 is equal to 180. അങ്ങനെ ഇത് 110 കിട്ടി. റിഫ്ലക്സ് എന്ന് വെച്ചാൽ എന്നാ? 360 മൈനസ് ഗിവൺ ആംഗിളാണ്. 360 മൈനസ് ഗിവൺ ആംഗിളാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റിഫ്ലക്സ് കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് നേരത്തെ ഇതിനകത്തേക്ക് അഡീഷണൽ പോയിന്റുകൾ എഴുതാം. റിഫ്ലക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഇക്കൊല്ലം സപ്ലിമെൻ്ററി ഒന്നും ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ല എന്ന് വെച്ച് അത് പഠിക്കണ്ട എന്നല്ല കേട്ടോ. റിഫ്ലക്സ് എന്ന് വെച്ചാൽ 360 മൈനസ് ആംഗിൾ ഏതാണോ ക്വസ്റ്റ്യൻ ആ ആംഗിൾ കേട്ടോ. കോംപ്ലിമെൻ്ററി എന്നാണെങ്കിൽ കോംപ്ലിമെൻ്ററി എത്ര? 90 മൈനസ് ഏതാണോ ചോദ്യം ആ ആംഗിൾ. അടുത്തത് സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ സപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ 180 മൈനസ് ആംഗിൾ. മക്കൾ ഇത്രയും നോക്കിയാൽ മതിടാ. സപ്ലിമെൻ്ററിയുടെ എസ്സിനെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കിക്കൂടെ? അപ്പോൾ 180. കോംപ്ലിമെൻ്ററിയുടെ CA നമുക്ക് വേണമെങ്കിൽ 9 എന്നാക്കാം. അപ്പം 90. റിഫ്ലക്സിൻ്റെ ആറിനെ നമുക്ക് 6 എന്ന് എടുത്തൂടെ? ആറിനെ നമുക്ക് 6 എന്ന് എടുക്കുമ്പോൾ 360. അത് വെച്ച് ഓർത്തോണം കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഫിഗർ തന്ന് ദേണ്ടേ ഈ സിമ്പിൾ തരുമ്പോൾ തന്നെ എന്തെന്ന് മനസ്സിലാക്കിക്കോണമെന്നാ പറഞ്ഞത്? 90 ഡിഗ്രിയാണ്. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2 6.1. അപ്പം XY ആൻഡ് MNR. ഇത് XY കണ്ടോ? ഓക്കെ. MN കണ്ടോ? ഇന്റർസെക്ട് ടു O. അപ്പം തന്നെ എന്തെടുത്തോണം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയുന്നത് ലോജിക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് ആംഗിൾ POY is equal to 90 ഡിഗ്രി.
അത് ഈ സിമ്പിൾ തന്നപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. ഇനി അവരെന്താ തന്നെ A is to B is equal to 2 is to 3. എന്താണ് റീസൺ? ഗിവൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഈസ് ടു എന്ന് പറഞ്ഞ ഡിവിഷൻ അല്ലേ. A/B is equal to 2/3. ഇതിന്റെ മീനിങ് A is equal to 2, B is equal to 3 എന്നാണോ? അല്ല കേട്ടോ. A is equal to 2. ഇതേണ്ടേ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 4/6. ഈ നമ്പറിന്റെ സിംപ്ലിഫൈഡ് വെർഷൻ എന്താ? 2 കൊണ്ട് വെട്ടി ഇത് 2 ആകും, 2 കൊണ്ട് വെട്ടിയ ഇത് 3 ആകും. 2/3 ആയില്ലേ? എന്ന് വെച്ചാൽ മക്കൾ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. റേഷ്യോ തന്നാൽ അതിന്റെ മീനിങ് കറസ്പോണ്ടിങ് ഈക്വൽ എന്നല്ല. മക്കൾ ഇത്രയും ചെയ്ത് കൊടുക്കണം. A is equal to 2 into എന്തെങ്കിലും ഒരു വേരിയബിൾ, ക്വസ്റ്റ്യനിൽ ഇല്ലാത്തൊരു വേരിയബിൾ. ക്വസ്റ്റ്യനിൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, X ഉണ്ട്, Y ഉണ്ട്, M ഉണ്ട്, N ഉണ്ട്, B ഉണ്ട്. അതുകൊണ്ട് ഇതിലൊന്നും ഇല്ലാത്തൊരുത്തന്നെ ഞാൻ എടുക്കുക. എഴുതണം S. A is equal to 2S എന്നും B is equal to 3S എന്നും എഴുതണം. നോക്കിക്കേ, A/B is equal to 2S എന്ന് വെച്ചാൽ 2 into S by 3 into S. S to S മെട്ടിപ്പോയി 2/3 കിട്ടത്തില്ലേ? അപ്പോൾ എന്താണ് ലോജിക്ക്? എന്താണ്? റേഷ്യോ തന്നാൽ ആ നമ്പറിന്റെ കൂടെ എന്തെങ്കിലും ഒരു വേരിയബിൾ ചേർത്ത് വായിക്കണം. എങ്ങനത്തെ വേരിയബിൾ? ക്വസ്റ്റ്യനിൽ ഇല്ലാത്ത വേരിയബിൾ. അങ്ങനെ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. അപ്പൊ നമുക്ക് എന്തെഴുതാം? എയും ബിയും അറിയാവുന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു ലീനിയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തൂടെ? നോക്കിക്കേ, ഈ ആംഗിളും ഈ 90യും കൂടെ ചേരുമ്പോൾ ഒരു ലീനിയർ അല്ലേ കിട്ടാൻ പോന്നേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഫ്രം ഫിഗർ നമുക്ക് എന്തെഴുതാം? B പ്ലസ് A പ്ലസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ റീസൺ? ലീനിയർ. പേരാണോ? അല്ല. പ്ലസ് 90 ഇപ്പുറം വരുമ്പോ എന്നാ? -90. അപ്പൊ നമുക്ക് എന്നെ എഴുതാം? B പ്ലസ് A ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. B എന്ന് വെച്ചാൽ എന്നാ മക്കളെ? തൊട്ട് മുകളിൽ പോയി നോക്ക്. B എന്ന് വെച്ചാൽ എന്താ? 3S. അപ്പം നമുക്ക് എന്ത് എഴുതാം? 3S പ്ലസ് S എഴുതുമ്പോൾ 5 ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. 3S പ്ലസ് A എന്ന് വെച്ചാൽ എന്നാ? 2S is equal to എന്ത്? 90 ഡിഗ്രി. 3Sഉം 2Sഉം കൂടെ ആഡ് ചെയ്തെത്താ? എസിന് ഒരു മാങ്ങ ഇട്ടെടുത്തോ. 3 മാങ്ങയും 2 മാങ്ങയും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 5 മാങ്ങ. അപ്പൊ 3Sഉം 2Sഉം കൂടെ വന്നാൽ മൊത്തം 5S. 5S is equal to 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ S is equal to എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? S is equal to 90 ഡിഗ്രി ബൈ 5. 90 ഡിഗ്രി ബൈ 5 എത്ര? 9 18. അങ്ങനെ എസിന്റെ വില കിട്ടി. എസിന്റെ വില കിട്ടിയില്ലേ? എന്ന് ഞാൻ ഇക്വേഷൻ നമ്പർ കൊടുക്കാം കേട്ടോ. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. എനിക്ക് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ? സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് എസ് ഇൻ ഇക്വേഷൻ 1 and 2. ഒന്നിലും രണ്ടിലും എസിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A is equal to 2S. അപ്പൊ എന്താ? 2 into എസിന് പകരം എന്തിടാം? 18 is equal to 2 into 18 എന്നാ? 36. A കിട്ടിയില്ലേ? നെക്സ്റ്റ് ആരെ കണ്ടുപിടിക്കാം? B കണ്ടുപിടിക്കാം. B is equal to എന്നാ? B is equal to 3S. B is equal to 3S എന്ന് വെച്ചാൽ 3 into 18 എത്ര കിട്ടും? 54. അങ്ങനെ എയും കിട്ടി, ബിയും കിട്ടി. ചോദ്യം എന്താണ്? ഫൈൻഡ് സി എന്നാണ് അല്ലേ ചോദ്യം. ചോദ്യം എന്താണ്? ഫൈൻഡ് സി. സി എന്ന് വെച്ചാൽ എന്നാ മക്കളെ? നോക്കിക്കേ, സി എന്ന് വെച്ചാൽ സി ദേ ഇവിടെ കിടക്കാം അല്ലേ. അപ്പൊ ഞാൻ സി എന്ന് തുടങ്ങണേ. ഇവിടെ നോക്ക്, ഈ ലൈൻ്റെ MN എന്ന് പറയുന്ന ലൈൻ്റെ ഈ തുമ്പിന്ന് തുടങ്ങി ഇങ്ങനെ പോയി അതേ ലൈൻ്റെ മറ്റേ തുമ്പത്ത് വന്ന് മുട്ടി. ലീനിയർ. സിയും ബിയും കൂടെ കൂട്ടിയാൽ ലീനിയർ 180 ഡിഗ്രിയാ. എന്താ ലോജിക്ക്? ലീനിയർ പെയർ. നമുക്ക് സി അറിയത്തില്ല. സി പ്ലസ് ബി എത്ര? 54.
is equal to 180. C is equal to 180 minus 54. എത്ര കിട്ടും? C is equal to 126 degree എന്ന് കിട്ടും. C എടുത്ത ലോജിക്ക് മനസ്സിലായോ? ഓക്കെ, സി എടുത്ത ലോജിക്ക് മനസ്സിലായോ? ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിചാരിക്കാം, മിസ് നേരത്തെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് പറഞ്ഞതല്ലേ, അപ്പൊ ദേ ഈ ടിക്കറ്റ് വെച്ചേക്കുന്നതിന്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ ദേ ഇതെത്ര? ബിയുടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതും ബി തന്നെ. ബി എന്ന് പറയുമ്പോൾ ഇത് എത്ര? 54. അങ്ങനെയാണ് ഇതേ ഈ ബിയും ഈ സിയും കൂടെ ആഡ് ചെയ്യുമ്പോഴും എന്താ, ഒരു ലൈൻ്റെ എക്സ് വൈ എന്ന് പറയുന്ന ലൈൻ്റെ ഒരു തുമ്പത്തുനിന്ന് തുടങ്ങി മറ്റേ തുമ്പത്ത് വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180. അത് തന്നെയല്ലേ വേറൊരു രീതി നമ്മളിവിടെ എത്തിയേ, സി പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180. ഇഷ്ടമുള്ള ലോജിക്ക് മക്കളുടെ മനസ്സിൽ ആദ്യം വരുന്ന സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന ലോജിക്ക് അപ്ലൈ ചെയ്ത് പോകണം. ക്ലിയർ? ഇതിനകത്ത് മെയിൻ പരിപാടി ഇതായിരുന്നു. എ ബൈ ബി ഈസ് ഈക്വൽ ടു 2/3 എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു 2 എന്നും ബി ഈസ് ഈക്വൽ ടു 3 എന്നും അല്ല. എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സം വേരിയബിൾ, ബി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സെയിം വേരിയബിൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ എയും ബിയും ഒക്കെ കണ്ടുപിടിച്ചു ലീനിയർ പ്രോപ്പർട്ടി വെച്ചിട്ട്. എയും ബിയും ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ എസ് കിട്ടി, എയും ബിയും കണ്ടുപിടിച്ചു. എയും ബിയും കണ്ടുപിടിച്ച് ഇവിടെ വന്ന് നമ്മൾ പഠിച്ച ഏതെങ്കിലും പ്രോപ്പർട്ടി, ലീനിയർ, എറൗണ്ട് എ പോയിന്റ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ്, പെർപെൻഡിക്കുലർ, ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് നോക്കുന്നു, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും സൊല്യൂഷനായി. മൂന്നാമത്തെ നോക്കാം. മക്കളെ ഡൗട്ട് വല്ലതും ഉണ്ട് മിസ്സിന് പേഴ്സണലായിട്ടോ എങ്ങനെ വേണേലും മെസ്സേജ് അയച്ചോ, ഗ്രൂപ്പിലിട്ടോ എന്താണേലും ചെയ്യുക കേട്ടോ. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? അപ്പൊ ഇവിടെ ട്രയാങ്കിൾ വന്നല്ലേ. അപ്പൊ വാ നമുക്ക് ഫസ്റ്റ് പേജിൽ പോയി ഒരു പോയിന്റ് ഇവിടെ ഏതാ? 6th പോയിന്റ്. ആംഗിൾ സം ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. എന്താ പറഞ്ഞത്? ഫിഗറിൽ പറഞ്ഞു പി ക്യു ആറും പി ആർ ക്യൂവും സെയിം ആണെന്ന്. പി ക്യു ആർ ഇവിടെ ദേ പി ക്യു ആർ എവിടെ കിടക്കുന്നു? ദേ കിടക്കുന്നു പി ക്യു ആർ. ദേ ഈ മാർക്ക് ചെയ്തേക്ക്. ഇതും പി ആർ ക്യു ദേ ഇതും സെയിം ആണ്. അപ്പം ഞാനിവിടെ ഒരു വേരിയബിൾ കൊടുക്കും. ഇത് എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. അപ്പം ഇതും എത്ര തന്നെ? എക്സ് ഡിഗ്രിയാ. ഇതെത്രന്നറിയാവോ? അറിയില്ല. അവരുടെ ആവശ്യം എന്താ? പി ക്യു എസും പി ക്യു എസ് എവിടെ മക്കളെ? ഇതേ കിടക്കുന്നു. പി ക്യു എസും പി ആർ ടിയും സെയിം ആണെന്ന് തെളിയിക്കുക. മിസ് റെഡ് കളർ മാർക്ക് ചെയ്ത ഈ ആംഗിളും സെയിം ആണെന്ന്. അപ്പോൾ ഇവിടെ എന്താണ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ ആംഗിളിനെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിലാണ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ ആ ആംഗിളിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. അപ്പം നമുക്ക് ട്രയാങ്കിൾ പ്രോപ്പർട്ടി വേണ്ട. മിസ് ട്രയാങ്കിൾ കണ്ടപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ദേ ഇത് എക്സ് ആണെങ്കിൽ ഈ ലൈൻ്റെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത പോയിന്റിൽ വന്ന് തീർന്നതാണ് ഇത്രയും. അപ്പം ഇതിന് ഞാൻ y എന്ന് കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പം എനിക്ക് ഇങ്ങനെ പറഞ്ഞു ദേ ഞാൻ ഇങ്ങനെ എഴുതുക. ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യു given. Consider PQR, angle PQR is equal to angle PRQ is equal to X. Then അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് y എന്ന് കൊടുക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? ആംഗിൾ ശ്രദ്ധിച്ചു നോക്ക് മക്കളെ. പി ആർ ക്യു എന്ന് വെച്ചത് ഈ ആംഗിളും പി ആർ ടി എന്ന് വെച്ചത് ഈ ആംഗിളും. അപ്പൊ ആംഗിൾ പി ആർ ക്യു പ്ലസ് ആംഗിൾ പി ആർ ടി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ
ലീനിയർ പെയർ. നമുക്ക് എന്നാ അറിയാം? പി ആർ ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്നറിയാം അല്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, എക്സ് പ്ലസ് ആംഗിൾ പി ആർ ടി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് എനിക്ക് ആംഗിൾ പി ആർ ടി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് എന്ന് എഴുതാം. അതവിടെ കിടക്കട്ടെ. ഇനി നെക്സ്റ്റ് എന്നാ? ഇപ്പുറത്തെ സൈഡാ ചോദിച്ചല്ലേ? ഒന്ന് നോക്കിക്കേ. പി ക്യു ആറും പി ക്യു എസും ലീനിയർ പെയർ അല്ലേ? നോക്ക്, ആ ലൈൻ്റെ ഒരു പോയിന്റിൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അടുത്ത പോയിന്റ് വന്ന് തീർന്നു. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ആംഗിൾ പി ക്യു ആർ പ്ലസ് ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. പി ക്യു ആർ എന്നാ? എക്സ് ആണ് ക്വസ്റ്റ്യൻ, എക്സ് ആണ് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് എന്തെഴുതാം? ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്നും ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്നും. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 രണ്ടിന്റെ ആർ എച്ച് എസ് സെയിം അല്ലേ? റൈറ്റ് സൈഡ് നോക്ക്, 180 മൈനസ് എക്സ്, 180 മൈനസ് എക്സ്. ആർ എച്ച് എസ് സെയിം ആയതുകൊണ്ട് എൽ എച്ച് എസ് സെയിം ആണെന്ന് പറയാം. ആദ്യത്തെ എൽ എച്ച് എസ് എന്നാ? ആംഗിൾ പി ആർ ടി ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ എൽ എച്ച് എസ് എന്നാ? ആംഗിൾ പി ക്യു എസ്. ചോദ്യം ഇതല്ലായിരുന്നോ? ആംഗിൾ പി ക്യു എസും ആംഗിൾ പി ആർ ടിയും സെയിം ആണ് തെളിയിക്കുക. എന്നാ ചെയ്തേ? ഇത് രണ്ടും സെയിം ആണെന്ന് തന്നു. ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണെന്ന് തന്നു. ഞാൻ ഇത് രണ്ടും എക്സ് ആണെന്ന് എടുത്തു. ഈ ആംഗിളും ഇപ്പുറയുള്ള ആംഗിളും കൂടി ചേർത്താൽ ലീനിയർ പെയർ. അത് വെച്ച് ഇത് കണ്ടുപിടിച്ചു. സിമിലർലി ഇതും കൂടി ചേരുമ്പോൾ ലീനിയർ പെയർ, ഇതും കണ്ടുപിടിച്ചു. ആർ എച്ച് എസ് സെയിം ആയതുകൊണ്ട് എൽ എച്ച് എസ് സെയിം എന്ന് പറഞ്ഞു. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാണ് ഫിഗർ. തെളിയിക്കേണ്ട എത്രയേ ഉള്ളൂ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ്. എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ നോക്കിക്കേ. എക്സ് എന്ന് പറഞ്ഞാൽ ദേ എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോയി. അപ്പൊ എക്സ് തീർന്ന് വൈ വന്ന് വൈ തീർന്ന്. കണ്ടോ? അതേ ലൈനിൽ തന്നെ വന്ന് തീർന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്നാ? ലീനിയർ പെയർ. ഫ്രം ഫിഗർ എന്നൊക്കെ എഴുതിയേക്ക് കേട്ടോ. ഫ്രം ഫിഗർ. ഇനി എന്താ തെളിയിക്കണ്ടേ? ഡബ്ല്യു പ്ലസ് ഇസഡ് അല്ലേ? നമുക്ക് ഡബ്ല്യു പ്ലസ് ഇസഡിനെ കുറിച്ച് നോക്കാം. ഡബ്ല്യു പ്ലസ് ഇസഡ്, ഡബ്ല്യു ഇവിടെ എ ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒന്ന് ഡബ്ല്യു ഐ ഇസഡ് അതേ ലൈനിന്റെ അപ്പുറ വശത്ത് വന്ന് തീർന്നു. ഒരു ലൈനിന്റെ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി വേറൊരു പോയിന്റ് വന്ന് തീർന്നാൽ അത് എത്ര? 180 എന്നാണ് പഠിച്ചത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഫ്രം ഫിഗർ തന്നെ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്നാ? ലീനിയർ പെയർ തന്നെ. ലീനിയർ എന്ന് എഴുതിയാലും ഒരു മിസ്റ്റേക്ക് ഇല്ല. ലീനിയർ എക്സാക്ട്ലി രണ്ടുപേരായതുകൊണ്ടാണ് ഞാൻ പെയർ ചേർത്ത് പറയുന്നത്. ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും പറയും. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 ഒന്നും രണ്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2 എന്ത്? രണ്ടിന്റെയും ആർ എച്ച് എസ് സെയിം ആണ് അല്ലേ? രണ്ടിന്റെ ആർ എച്ച് എസ് 180 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എൽ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യാം. ഡബ്ല്യു പ്ലസ് ഇസഡ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ്. ഇതെന്താണ്? ഇത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് തെളിയിക്കാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ ചോദ്യം എന്താ? ചോദ്യം എന്താ മക്കളെ? ദെൻ
ക്വസ്റ്റ്യൻ ഇത്രയുമാണ്. എക്സ് പ്ലസ് വൈയും ഡബ്ല്യു പ്ലസ് ഇസഡും ഈക്വൽ ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ്. എന്താണ് റീസൺ? ഗിവൺ. നമ്മൾ നോക്കുക, ഒ എന്ന് പറയുന്ന പോയിന്റിന്റെ ചുറ്റുമാണ് ഈ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എക്സ് പ്ലസ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ആംഗിൾ സം എറൗണ്ട് എ പോയിന്റ്, ഒരു പോയിന്റിന് ചുറ്റുമുള്ളത് എറൗണ്ട് എ പോയിന്റ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. നമുക്കറിയാം എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ എന്ത് തന്നെ? ഡബ്ല്യു പ്ലസ് ഇസഡ്. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതാം? ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് എഴുതാം. എഴുത് ഡബ്ല്യു പ്ലസ് ഇസഡ് പ്ലസ്. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ന് എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതി. റിമൈനിങ് എന്ത് തന്നെ ഉണ്ട്? ഡബ്ല്യു പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360. നോക്കൂ, ഒരു ഡബ്ല്യൂയും ഒരു ഡബ്ല്യൂയും കൂടെ ചേരുമ്പോൾ എത്രയായി? 2 ഡബ്ല്യു. അപ്പൊ 2 ഡബ്ല്യു പ്ലസ് ഒരു ഇസഡും കൂടെ എത്രയായി? 2 ഇസഡ്. ഒരു മാങ്ങ കൂടെ 2 മാങ്ങ, ഒരു ചക്കയും കൂടെ 2 ചക്ക. അതാ പരിപാടി. ഇസ് ഈക്വൽ ടു 360. നമുക്ക് ഇവിടെ നിന്നൊരു 2 കോമൺ എടുക്കാം. 2 കോമൺ എടുക്കാം. അപ്പൊ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ചെയ്യുന്നുണ്ട് ഡബ്ല്യു പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. അതിൽ നിന്ന് എഴുതാം? ഡബ്ല്യു പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 360 ബൈ 2. എത്ര കിട്ടി? 180 ഡിഗ്രി. നോക്ക്, 180. ഒരു ലൈൻ, ഈ ലൈനിന്റെ ഒരു പോയിന്റിൽ തുടങ്ങി അതിന്റെ വേറൊരു പോയിന്റ് വന്ന് തീർന്നു അല്ലേ? അപ്പം അതിന്റെ ആംഗിൾ സം എത്ര കിട്ടി? 180 കിട്ടി. രണ്ടുപേരുടെ സമ്മ 180 കിട്ടിയാൽ എന്താ നമ്മൾ പറയുന്നത്? ഒരു ലൈനിന്റെ ഒരു സൈഡിലുള്ള ആംഗിൾ സം 180 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ലൈനാന്ന് പറയാം. നമ്മൾ പഠിച്ച ലോജിക്ക് അതായിരുന്നു. ലൈൻ ആണെങ്കിൽ ഒരു സൈഡിലുള്ള ആംഗിൾ സം 180 ആണ്. തിരിച്ചും പറയാം, ഒരു സൈഡിലുള്ള ആംഗിൾ സം 180 ആണെങ്കിൽ ലൈനാണ്. അപ്പൊ നമ്മൾ എന്തായി? ലൈനാന്ന് പ്രൂവ് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന നോക്ക്. പി ഒ ക്യൂ ഒരു ലൈനാണ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ ഒരു സൈഡ് ഒന്നെങ്കിൽ അപ്പർ പോർഷനിലുള്ളതെല്ലാം കൂടെ കൂട്ടിയ 180 കിട്ടും, അല്ലെങ്കിൽ ലോവർ പോർഷനിലുള്ളതെല്ലാം കൂടെ കൂട്ടിയ 180 കിട്ടും എന്നൊക്കെയാണ്. ഈ സിമ്പിൾ കണ്ട ഉടനെ ഇത് മനസ്സിലാക്കിക്കോണം, ഇത് 90 ഡിഗ്രിയാണ്. അവർ പോരാത്തതിന് പറഞ്ഞിട്ടുണ്ട് പി ക്യൂന് പെർപെൻഡിക്കുലർ ആണ് OR, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വരയാണ് OS. ROS. ROS എവിടെ മക്കളെ? ROS ഇസ് ഈക്വൽ ടു പ്രൂവ് ചെയ്യാൻ ROS ഇതാണ്. അപ്പൊ നമുക്ക് ROS ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു QoS. QoS കണ്ടാ? QoS. അപ്പൊ നമുക്ക് QoS എന്ന് എഴുതാം. QoSന് മിസ് റെഡ് കളർ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. QoS എന്ന് വെച്ചാൽ ഇത്രയല്ലേ? QoS. QoS എന്ന് വെച്ചാൽ എന്നാ? 90 ഡിഗ്രിയും ഈ കുഞ്ഞി ആംഗിളും കൂടെ ചേർന്നല്ലേ? കുഞ്ഞി ആംഗിളിന് കുറച്ച് മുന്നേ ROS. നമുക്ക് എന്ത് എഴുതി തുടങ്ങാം? ഇവിടെ തുടങ്ങാം. ഫ്രം ഫിഗറിൽ നിന്നും മനസ്സിലാക്കാം എന്ത്? ആംഗിൾ QoS ഇസ് ഈക്വൽ. മിസ് തോന്നിയെടുത്തൊന്നും എഴുതുവല്ല. ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റിൽ ഓരോരുത്തന്മാരെ പിടിക്കുക. ആദ്യം LHS നോക്കി, അവനെ മാർക്ക് ചെയ്ത് വെച്ചു. RHS നോക്കി, അവനെ മാർക്ക് ചെയ്തു. അപ്പൊ വേണ്ട RHSനെയും LHSലെയും ഓരോ സാധനങ്ങളെ ലിങ്ക് ചെയ്യാം. അപ്പൊ QoS ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ആംഗിൾ QOR പ്ലസ് ആംഗിൾ ROS അല്ലേ? നോക്ക്, QOR ഇത്രയും ആംഗിളും ROS ഇത്രയും ആംഗിളും കൂടെ ചേരുന്നതാ. QOR 90 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ QOS ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ROS. അവിടെ കിടക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. കാര്യം ആംഗിൾ ROS എന്നാന്നും അറിയത്തില്ല, QoS എന്നാന്നും അറിയത്തില്ല. അടുത്തവനെ പിടി. ഏതാ? ആംഗിൾ POSനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, ആംഗിൾ POS നമുക്ക് നോക്കാം. ആംഗിൾ POS വേറൊരു കളർ മാർക്ക് ചെയ്ത് തരാം. ആംഗിൾ POS ഈ ഗ്രീൻ കളർ മാർക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് എന്ത് പറയാം? നമുക്കൊരു ലീനിയർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തൂടെ? ആംഗിൾ POS ഈ ഗ്രീൻ കളറും ഈ ബ്ലൂ കളറും ഈ 90 ഡിഗ്രിയും കൂടെ ചേരുമ്പോൾ ഒരു ലൈൻ ആകും അല്ലേ? ഈ പോർഷൻ ചേരുമ്പോൾ 90 ഡിഗ്രി ആകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ
POS plus angle ROS plus angle ROQ is equal to 180 degree. Reason എന്നാ? ലീനിയർ. പെയർ ആണോ? അല്ല. അടുത്തത് ആംഗിൾ POS പ്ലസ് ആംഗിൾ ROS എത്രയാണെന്ന് അറിയാവോ? ഇല്ല. അതുപോലെ തന്നെ എടുക്കട്ടെ. ആംഗിൾ ROS പ്ലസ് ആംഗിൾ ROQ എത്ര? ROQ ഈ ആംഗിൾ എത്ര? 90 ഡിഗ്രി. 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര? 180 ഡിഗ്രി. പ്ലസ് 90 അപ്പുറം ആകുമ്പോൾ എന്നാവും? -90 ആകും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ POS പ്ലസ് ആംഗിൾ ROS ഇസ് ഈക്വൽ ടു 180 മൈനസ് 90. എന്താ? ആംഗിൾ POS പ്ലസ് ആംഗിൾ ROS ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 2. നോക്കിക്കേ, 1ഉം 2ഉം നോക്കിക്കേ. 1നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 1നെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാൻ പോണേ. നോക്ക്, 2ന്റെ പ്രത്യേകത എന്താ? ഇസ് ഈക്വൽ ടു 90 കിട്ടി അല്ലേ? 1നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതി നോക്കാം. ഈ പ്ലസ് QROS ഇപ്പറേ വന്നാൽ എന്താകും? -ROS ആകും. അപ്പൊ ഇക്വേഷൻ നമ്പറിനെ നമുക്ക് 1നെ എങ്ങനെ എഴുതാം? ആംഗിൾ QOS മൈനസ് ആംഗിൾ ROS ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. മറ്റേ നമ്പറിങ് ഞാൻ കളയുക കേട്ടോ. ഇനി മക്കള് നോക്ക്, ഇനി എഴുതാൻ പോകുന്നത് ഫ്രം ഇക്വേഷൻ 1 and 2. രണ്ടിന്റെയും RHS നോക്കിക്കേ. രണ്ടിന്റെ RHS 90. അതെ, ഇവിടെ 90 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. RHS സെയിം ആണെങ്കിൽ എന്ത് എഴുതാം? LHS ഇക്വേറ്റ് ചെയ്തൂടെ? LHS ഇക്വേറ്റ് ചെയ്യ്. ഒന്നാമത്തെ LHS എന്താ? ആംഗിൾ QOS മൈനസ് ആംഗിൾ ROS ഇസ് ഈക്വൽ ടു. രണ്ടാമത്തെ LHS എന്താ? ആംഗിൾ POS പ്ലസ് ആംഗിൾ ROS. നമുക്ക് എന്നാ പ്രൂവ് ചെയ്യണ്ടേ? ആംഗിൾ ROS ആ കണ്ടുപിടിക്കണ്ടേ. അതിന്റെ മീനിങ് ഞാൻ രണ്ട് ROSകളെയും സെയിം പ്ലേസ് ഇടുക. അപ്പൊ ഈ മൈനസ് ROSനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ അതെന്താകും? അപ്പൊ അത് പ്ലസ് ROS ആകും. സെയിം ടൈം ഞാൻ ഈ പ്ലസ് POSനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം ലെഫ്റ്റ് സൈഡ് പറഞ്ഞേ, ആംഗിൾ QOS പ്ലസ് POS ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആംഗിൾ POS. ആംഗിൾ POS ഇസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി ഒരു ആംഗിൾ ROS ഉണ്ട്. മൈനസ് ROS ഇപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് ആംഗിൾ ROS. ഒരു ROSും കൂടെ എന്തായി? രണ്ട് ROS ആയി. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? 2 times of angle ROS is equal to angle QOS minus angle POS. എനിക്ക് കണ്ടുപിടിക്കേണ്ട ROS ആ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? ആംഗിൾ ROS is equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നവന് ഇപ്പൊ വരുമ്പോൾ ഡിവിഷൻ ആണ്. 1/2 ഇൻറ്റു ആംഗിൾ QOS മൈനസ് ആംഗിൾ POS. പ്രൂവ് ആയില്ലേ? അപ്പൊ എന്നാ പറഞ്ഞേ? ഈ ഗ്രീൻ കളറിൽ കണ്ടുപിടിച്ചേക്കുന്ന ആംഗിളിനെ കുറിച്ചാണ് ചോദ്യം. അപ്പം ഫസ്റ്റ് നമ്മൾ ചോദ്യത്തിൽ വന്നു ആംഗിൾ QOS അതിന്റെ എക്സ്പ്രഷൻ എഴുതി, POS അതിന്റെ എക്സ്പ്രഷൻ എഴുതി. അങ്ങനെ POS എന്ന് പറയുന്നത് 90 മൈനസ് ആണെന്ന് കിട്ടി. ഓക്കെ, POSനെ ഇൻ ടേംസ് ഓഫ് 90 കിട്ടി, QOSനെ ഇൻ ടേംസ് ഓഫ് 90 കിട്ടി. RHS ഇക്വേറ്റ് ചെയ്തിട്ട് RHS സെയിം ആയതുകൊണ്ട് LHS ഇക്വേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ക്ലിയർ? ലാസ്റ്റ് പ്രോബ്ലം. അപ്പൊ ആറാമത്തെ പ്രോബ്ലം നോക്കിക്കേ. ആംഗിൾ XYZ എന്ന് പറയുന്നത് 64 ആണ്. ഫിഗർ ഇല്ല. XY is produced to point P. Draw a figure from the given information. അപ്പൊ നമുക്ക് ചുമ്മാ വരച്ചു തുടങ്ങാം.
എന്താ പറഞ്ഞത്? ഇത് നോക്കിക്കേ, എക്സ് വൈ വലിച്ചു നീട്ടിയാൽ അത് പിയിൽ ചെന്ന് തീരുമെന്നാ പറഞ്ഞത്. അപ്പൊ ദേ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ? എക്സ് വൈ എന്ന് പറയുന്ന ഒരു ലൈൻ ഇത്രേ ഉള്ളായിരുന്നു, അതിനെ വലിച്ചു നീട്ടി അത് പിയിൽ വരെ ചെന്നു. എന്നിട്ട് എന്താ ബാക്കി പറഞ്ഞേക്കുന്നത്? ഇഫ് ആംഗിൾ എക്സ് വൈ ഇസഡ് 64 ഡിഗ്രിയാ. അപ്പൊ ഞാൻ ദേ ഇങ്ങനെ വരച്ചാൽ അത് 90 ഡിഗ്രി അല്ലേ? ഇങ്ങോട്ട് വരച്ചാൽ 90 കൂടത്തില്ലേ? ഓക്കെ, ഇങ്ങോട്ട് വരച്ചാൽ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ 90 കൂടുതലാ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങോട്ടാ വരയ്ക്കണ്ടേ? ഇങ്ങോട്ട്. നിങ്ങൾ എക്സും വൈ ഇടുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. എല്ലാം നിങ്ങൾ എക്സ് ഇങ്ങോട്ടാ ഇടുന്നെങ്കിൽ ഫിഗർ ഇങ്ങോട്ട് ശരി. ഞാൻ ഇട്ടത് വെച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാനിത് മാർക്ക് ചെയ്ത് എത്രയാണെന്നാ ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത്? 64 ഡിഗ്രി. ഇനി എന്നാ പറഞ്ഞേക്കുന്നേ? ഇഫ് റേ വൈ ക്യൂ എന്ന് പറയുന്ന ഒരെണ്ണം വൈ കണ്ടുപിടിച്ചു. ക്യൂ വൈ ക്യൂ ബൈസെക്ട് ഇസഡ് വൈ പി. ഇതാണ് ഇസഡ് അല്ലേ? ഇസഡ് വൈ പി എന്ന് പറയുന്നതിനെ എന്ത് ബൈസെക്ട് ചെയ്യുന്നു? വൈ ക്യൂ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്നാ? കൃത്യം 2 ഈക്വൽ ആംഗിൾ ആക്കുന്നു എന്ന് വെച്ചാൽ ഇത്രയും ആംഗിൾ എക്സ് ആണെങ്കിൽ ഇപ്പറ കിടക്കുന്നതിനും എന്താണ്? എക്സ് ആണ്. ഈ പോയിന്റിന്റെ പേരെന്നാ? ക്യൂ. കാര്യം വൈ ക്യൂ എന്ന് പറയുന്നതല്ലയോ. ചോദ്യം ഇതാണ്, ഇസഡ് വൈ പി. മക്കൾ ഇസഡ് കണ്ടോ? വൈ കണ്ടോ? പി കണ്ടോ? അതിനെ ബൈസെക്ട് ചെയ്യുന്നു. അത്രയൊക്കെ പറഞ്ഞു. ചോദ്യം എന്നാ? ആംഗിൾ എക്സ് വൈ ക്യൂ. എക്സ് കണ്ടോ? വൈ കണ്ടോ? ക്യൂ കണ്ടോ? എന്ന് വെച്ചാൽ 64 എക്സും കൂടെ ചേരുന്നത് അല്ലേ? ഞാൻ ഈ എക്സിന് പകരം വേറെ വല്ല ഇടാം. എന്നാന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു എക്സ് ഉണ്ടല്ലോ, നമുക്കൊരു എ ഇട്ട് പഠിക്കാം. എ. അപ്പൊ ഈ 60 ഡിഗ്രിയും എ എന്ന് പറയുന്നതും കൂടി ചേരുന്നതാണ് എക്സ് വൈ ക്യൂ. അതെത്രാന്നും റിഫ്ലക്സുമാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്നാ ചെയ്യാം? നമുക്കിവിടെ ലീനിയർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഫിഗർ വരച്ചില്ലയോ? ലീനിയർ അപ്ലൈ ചെയ്യുന്ന എങ്ങനെ? ആംഗിൾ എക്സ് വൈ ഇസഡ് എ പ്ലസ് ആംഗിൾ ഇസഡ് വൈ ക്യൂ പ്ലസ് ആംഗിൾ ക്യൂ വൈ പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്നാ? ലീനിയർ. ഫെയർ ആണോ? അല്ല. എക്സ് വൈ ഇസഡ് അറിയാം അല്ലേ? 64 പ്ലസ് മറ്റേതെന്നാ? എ പ്ലസ് അതിന്റെ അപ്പുറം എന്നാ? എ. എന്തുകൊണ്ടാ സെയിം എടുത്തേ? ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞോണ്ടോ കേട്ടോ. 180 ഡിഗ്രി. എയും എയും കൂടെ എന്നായി? ഒരേയും കൂടെ 2a. 2a ഈസ് ഈക്വൽ ടു പ്ലസ് 64 അപ്പുറം ആകുമ്പോൾ എന്നാവും? -64. 180 -64 എന്നെ കിട്ടി? 2a ഈസ് ഈക്വൽ ടു 180 60 പോയ 120, 120 4 കൂടെ പോയ 160. a ഈസ് ഈക്വൽ ടു 116/2 എത്ര കിട്ടും? 58 ഡിഗ്രി. അങ്ങനെ അവരുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പോകാൻ പോവാ. എന്താണ് ആദ്യത്തെ ചോദ്യം? ആംഗിൾ എക്സ് വൈ ക്യൂ എത്ര എന്നാണ്. ആംഗിൾ എക്സ് വൈ ക്യൂ എത്ര? എക്സ് വൈ ക്യൂ. എക്സ് വൈ ക്യൂ എന്ന് പറഞ്ഞാൽ ദേ ഈ 64 എയും കൂടി ചേരുന്നത്. 64 പ്ലസ് എ ഇസ് ഈക്വൽ ടു 64 പ്ലസ് എ എന്നാ? 58. 58 ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ഇടും? 122 എന്ന് കിട്ടും. 122 ഡിഗ്രി. ചോദ്യം എന്താ? അടുത്ത ചോദ്യം എന്താ? റിഫ്ലക്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? റിഫ്ലക്സ് കുറച്ച് മുന്നേ പറഞ്ഞ റിഫ്ലക്സിൽ 6 വെച്ച് ഓർത്തോണം. 6 ചേർന്ന നമ്പർ 360. അപ്പം ആംഗിൾ ക്യൂ വൈ പിയുടെ റിഫ്ലക്സ് ആ ചോദിച്ചത്. അതറിയണമെങ്കിൽ ആദ്യം ആംഗിൾ ക്യൂ വൈ പി വേണം. ക്യൂ വൈ പി എന്നാ? എ ആണ്. ക്യൂ വൈ പി ഇസ് ഈക്വൽ ടു എ. എ ഇസ് ഈക്വൽ ടു 58 ഡിഗ്രി. അപ്പൊ റിഫ്ലക്സ് കണ്ടുപിടിക്കാം. റിഫ്ലക്സ് കാണുന്നത് എങ്ങനെ? 360 മൈനസ്. കോംപ്ലിമെന്ററി കാണുന്നത് എങ്ങനെ? 90 മൈനസ്. സപ്ലിമെന്ററി കാണുന്നത് എങ്ങനെ? 180 മൈനസ്. അപ്പം റിഫ്ലക്സ് ഓഫ് ആംഗിൾ ക്യൂ വൈ പി ഈസ് ഈക്വൽ ടു എത്ര? 360 മൈനസ് ആംഗിൾ ക്യൂ വൈ പി is equal to 360 minus
58. എത്ര കിട്ടും? 302 ഡിഗ്രി. ക്ലിയർ? പിന്നെ ഫിഗർ തന്നെ താനെ വരച്ചു. 64 എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട്, ബൈസെക്ട് ചെയ്യുന്നതുകൊണ്ട് ഈക്വൽ കൊടുത്തു, ലീനിയർ പ്രോപ്പർട്ടി വെച്ച് എ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് അവരുടെ എക്സ് ബൈ ക്യൂ ആ ചോദിച്ചു. എക്സ് ബൈ ക്യൂ എന്ന് പറഞ്ഞാൽ 64 എയും കൂടെ ചേരുന്നത് കിട്ടി. അടുത്ത ക്യൂ വൈ പിയുടെ റിഫ്ലക്സാ. അതിനാദ്യം നമ്മൾ ക്യൂ വൈ പി കണ്ടുപിടിച്ചു. റിഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 360 മൈനസ്. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് 122 എന്നും കിട്ടി, 302 എന്നും കിട്ടി. ക്ലിയർ? നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 7th പഠിച്ച അതേ ലോജിക്കുകളൊക്കെ അഡീഷണൽ ആയിട്ട് എന്ത് മാത്രമേ വന്നുള്ളൂ? റിഫ്ലക്സ്, അത് മാത്രമേ വന്നുള്ളൂ കേട്ടോ.